ഹലോ എവ്രി വൺ, വെൽക്കം ടു ബ്രേക്ക് പോയിന്റ്. ഇത് രഞ്ജിത്താണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു രണ്ടാഴ്ച മുമ്പ് ഒരു പുതിയൊരു സ്കാനർ നമ്മുടെ ബ്രേക്ക് പോയിന്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അതിൻ്റെ പേര് ETF ഡാഷ്ബോർഡ് എന്നായിരുന്നു. ഇതിൽ മെയിൻലി നമുക്കൊരു നോ ലോസ് സ്ട്രാറ്റജി എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്വിംഗ് ട്രേഡ് ചെയ്തുകൊണ്ട് ലോസ് വരാണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് മാത്രം ബുക്ക് ചെയ്തിട്ട് വരേണ്ട ഇപ്പോൾ ഒരു സ്കാനറാണിത്. ഇത് നമ്മൾ ഏകദേശം ഒരു 60ഓളം ETFകൾ നമ്മൾ ട്രാക്ക് ചെയ്ത് അതിൽ ഒരു റാങ്കിങ് സിസ്റ്റം കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു. അതായത് ഓരോ ദിവസവും അതിൻ്റെ റാങ്കിങ് മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ റാങ്കിങ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ദിവസവും ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ഈ സ്റ്റോക്കുകളിൽ, അതായത് ഈ ETFകളിൽ നമ്മൾ നിക്ഷേപിച്ചിട്ട് ഒരു കാലയളവ് നമ്മൾ വെച്ചിട്ട് അതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ഇതിൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിനെ നമ്മളൊരു 30 പാർട്ടാക്കി മാറ്റിയിട്ടായിരുന്നു നമ്മൾ അലോക്കേറ്റ് ചെയ്തിരുന്നത് ഓരോ ETF ട്രേഡിലും. അതായത് ഒരു 1 ലക്ഷം ആണെങ്കിൽ നമുക്ക് ഒരു ട്രേഡിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 3333 രൂപയാണ്. നമുക്ക് അതിൻ്റെ 5% ടാർഗറ്റ് നോക്കിയാൽ നമുക്ക് വരുന്നത് ഒരു 167 രൂപയാണ്. ഒരു മാസം നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ഒരു 5% ആണെങ്കിൽ ഈ 5% നമ്മൾ ത്രൂ ഔട്ട് ദി ഇയർ നമ്മൾ ബുക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 50% മുതൽ 60% വരെ ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് കിട്ടുന്നത്. ഈവൻ നമുക്കൊരു 30% വരെ കിട്ടിയാലും ഒരു ലോങ് ടേമിൽ ഒരു വെൽത്ത് അക്യൂമുലേഷൻ സ്ട്രാറ്റജി തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൻ്റെ സ്ട്രാറ്റജി ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ കൂടുതൽ കൊടുത്തായിരുന്നു. എന്താണ് ഇത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ മെത്തേഡ്സ് എങ്ങനെയാണ്, അങ്ങനെ എല്ലാം നമ്മളിത് കൊടുത്തിരുന്നതിനകത്ത്. ഇവിടെ ഒരു അപ്രോക്സിമേറ്റ്ലി നമ്മളൊരു സംഭവം കൊടുത്തായിരുന്നു. എത്ര 5% വെച്ചാണ് നമ്മൾ ഗെയിൻ കിട്ടണമെങ്കിൽ നമ്മളത് ഒരു 10 ഇയേഴ്സ് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാവുന്ന ഗെയിനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു അപ്രോക്സിമേറ്റ് ഒരു 10.5 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു 10 crore നമുക്ക്. അതുപോലെ ഞാനിവിടെ ഒരു ഗ്രോത്ത് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 3% വെച്ചാണ് ബുക്ക് ചെയ്യണമെങ്കിൽ എല്ലാ മാസവും നമുക്ക് വരുന്ന ഒരു പ്രോഫിറ്റ് ഇൻക്രീസ് ആണ്. 1 ലക്ഷം ഇനീഷ്യൽ ക്യാപിറ്റൽ ആണെങ്കിൽ നമുക്ക് വരുന്ന ഓരോ മാസവും വരുന്ന ഇൻക്രീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് ടോട്ടൽ ഒരു 142 മാസം വന്നു കഴിയുമ്പോൾ നമുക്ക് വരുന്ന റിട്ടേൺസ് ആണ് ഈ 5% അല്ലെങ്കിൽ 3% അല്ലെങ്കിൽ 6% വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വരുന്ന റിട്ടേൺസിൻ്റെ ഒരു ടേബിളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഇതിൽ നമ്മൾ ഒരു 60ഓളം ETF ട്രാക്ക് ചെയ്യുന്നതുകൊണ്ടും ഇതിൽ നമുക്ക് ഇത്രയും ട്രാക്ക് ചെയ്യുമ്പോൾ ഒരു കുറച്ചും കൂടി വലിയ ക്യാപിറ്റൽ വേണ്ട ആവശ്യം ഉള്ളതുകൊണ്ടും, അതായത് നമ്മളിനകത്ത് നോ ലോസ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ ലോസ് ബുക്ക് ചെയ്യാറില്ല നമ്മളിനകത്ത്. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്കൊരു ക്യാപിറ്റൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ലെവലിൽ താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ കുറച്ചുകൂടി കൂടുതലുണ്ടായാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള 60 ETF വെച്ചുള്ള ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലും കുറച്ചും കൂടി ഒരു ഒപ്റ്റിമൈസ് ആയിട്ടുള്ള വേറൊരു സ്ട്രാറ്റജി ഉണ്ട് ഞങ്ങളുടെ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് അതിൻ്റെ റിട്ടേൺസ് ഇത്ര നാൾ കിട്ടിയതും എത്ര ETFs ആണ് അതിൽ വേണ്ടതെന്നും അതെങ്ങനെ കറൻ്റ്ലി എന്ത് റിട്ടേൺസ് ആണ് നമുക്ക് കിട്ടിയതെന്നെല്ലാം ഞാൻ കാണിച്ചു തരാം. സോ ഈ സ്ട്രാറ്റജിയുടെ പേര് ETF ട്രെൻഡ് റൈഡർ എന്നാണ്. ഇതിൽ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് ഒരു 7ഓളം ETFകളാണ്. 7ഓളം ETFകൾ. ആ ETF ലിസ്റ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് അപ്പോൾ നമ്മൾ ഈ ETF എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു മറ്റേതിൽ പറഞ്ഞ പോലെ ഒരു നിശ്ചിത ഒരു ക്യാപിറ്റൽ ഉണ്ടാവും നമുക്ക്. അത് നമ്മൾ ഇത്ര ട്രേഡ് നമ്മൾ സ്ലൈസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഒരു 1 lakh ആണെങ്കിൽ ഒരു 10,000 വെച്ച് നമ്മൾ പെർ ട്രേഡ് നമ്മൾ വെക്കുന്നു. എന്നിട്ട് ആ ഒരു എമൗണ്ട് ആയിരിക്കും ഓരോ ട്രേഡിലും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം, ഓൾമോസ്റ്റ് ഒരു വർഷക്കാലം, അതായത് 23/5/2024 തൊട്ട് നമ്മളിത് ഉള്ള സ്ട്രാറ്റജിയാണ് നമ്മുടെ. അപ്പം അതിൽ നമുക്ക് ഓവറോൾ വന്നത് 28 ട്രേഡ്സ് ആണ് വന്നത്. അപ്പം അതിൽ നമുക്ക് കണ്ടത് മാക്സിമം വരുന്ന നമുക്ക് 7 പൊസിഷനാണ് ഒരു മാസം വരുന്നത് അറ്റ് എ ടൈം മാക്സിമം. ഏറ്റവും ലോവസ്റ്റ് വന്നത് 1 ആണ്. 1 ട്രേഡാണ് ഒരു മാസം വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും ട്രേഡ്സ് എടുത്തപ്പോൾ നമുക്ക് വന്ന റിട്ടേൺസ് ആണ് കാണിക്കുന്നതിനകത്ത്. ബാങ്ക് ബീസ് 8 ട്രേഡാണ് നമുക്ക് വന്നത്. അതിൽ വന്നത് നമുക്ക് ഇപ്പോൾ ഓവറോൾ പ്രോഫിറ്റ്, അതായത് ഈ ഒരു 19/3/25 വരെയുള്ള ട്രേഡ്സ് എടുത്തപ്പോഴേക്കും നമുക്ക് വന്നത്
നെഗറ്റീവാണ്, നെഗറ്റീവ് -3.94 ആണ്. അതുപോലെ ഗോൾഡ് വീസിൽ നമുക്ക് 15% കിട്ടി നമുക്ക് പ്രോഫിറ്റ്. അതിൽ വന്നത് 3 ട്രേഡ്സ് ആണ്. അതുപോലെ തന്നെ മറ്റ് ETF-കളും അതിൻ്റെ പ്രോഫിറ്റ്സ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. 37% 3 ട്രേഡുകളിൽ നിന്ന് കിട്ടി. ITBs 17% നമുക്ക് കിട്ടി. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ഒരു സം നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു 146.56% ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഈ ഡാറ്റ ഞാൻ പ്രിപ്പയർ ചെയ്തത് ഇത് 19-ാം തീയതി വരെയുള്ള ഒരു ട്രേഡ്സ് പ്രകാരമാണ്. പക്ഷേ ഇതിപ്പോഴും നമുക്ക് ആക്റ്റീവാണ് ഈ ട്രേഡ്സ്. ഇതിപ്പോൾ ഇതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ആണ് ഈ കാണുന്നത്. അതായത് ഇന്ന് വരെയുള്ള ഒരു ഡാറ്റ. അതായത് ഇപ്പോൾ ഇന്നത്തെ പ്രൈസാണിത് 556.30 ഇന്നത്തെ പ്രൈസാണ്, അറൗണ്ട് ഇന്നത്തെ പ്രൈസാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു സിഗ്നൽ വന്ന ശേഷം ഇതുവരെയുള്ള ഒരു പ്രോഫിറ്റിൻ്റെ ഒരു എത്ര കിട്ടി എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഈ ട്രേഡ് 22 ദിവസമായിട്ട് ഓപ്പൺ ആണ് നമുക്ക്. അതാണ് ഈ ഡീറ്റെയിൽസ്, എത്ര ഡേയ്സ് ആയിട്ട് ഇത് ഓപ്പൺ ആണ്. നമുക്ക് ഇതിൽ ഒരു ട്രേഡ് മാത്രമാണ് നെഗറ്റീവായിട്ടുള്ളത്, ബാക്കിയെല്ലാം നമുക്ക് ഗ്രീനിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ബ്രേക്ക് പോയിന്റിലൂടെ നിങ്ങൾക്ക് വേണ്ടി തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ ഒരു സിമ്പിൾ സ്ട്രാറ്റജി, അതായത് നമുക്ക് വളരെ കുറവ് ട്രേഡ്സ് ഒരു വർഷം ഉണ്ടാവുകയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. നമുക്ക് ഈവൻ ഒരു ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഫുൾ ടൈം ജോലിയുള്ളവർക്കോ ബിസിനസ്സുള്ളവർക്കോ അവർക്ക് ഒരു പാസീവായിട്ട് ഈ ഒരു ഇൻകം ഉണ്ടാക്കാവുന്നതാണ്. അതായത് നിങ്ങൾ ഡെയിലി സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബൈ സെൽ എൻട്രി വരുന്നത് വളരെ ലോങ് പീരീഡിലായിരിക്കും. ഇപ്പം ഇന്ന് വന്നിട്ട് ചില ഒരു അത്രയും മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ മാത്രമേ വിത്തിൻ ഒരു 5 days ഒക്കെ നമുക്ക് ഒരു എക്സിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് അങ്ങനെ പോകും ഈ സംഭവം. ഒരു ഓവർ 1 month അപ് ടു 1 month വരെ പോകും ഈ ട്രേഡ്സ് എല്ലാം. അപ്പോൾ നിങ്ങൾ ഇത് ഫ്രീ ആയിട്ട് ബ്രേക്ക് പോയിന്റിലൂടെ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 5000 പേര് ലൈക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ സ്ട്രാറ്റജി നമ്മുടെ ബ്രേക്ക് പോയിന്റിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനൊപ്പം ഷെയറോ അല്ലെങ്കിൽ കമൻറ്റോ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തുകയും അവർ കൂടുതൽ ലൈക്ക് ചെയ്യുന്ന വഴി നമുക്ക് 5000 ലൈക്ക് പെട്ടെന്ന് ആവുകയും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഈ സ്ട്രാറ്റജി നമ്മുടെ ബ്രേക്ക് പോയിന്റിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി ബ്രേക്ക് പോയിന്റ് എന്താണെന്ന് അറിയാൻ പാത്ത ആൾക്കാർക്ക് വേണ്ടി ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക് സ്ക്രീനിങ് ആപ്ലിക്കേഷൻ ആണ്. ഇത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന brkpoint.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് പോകേണ്ടത്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഈ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൈനപ്പ് വിൻഡോ വരും. ആ സൈനപ്പിൽ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമെയിൽ OTP നിങ്ങളുടെ ഇമെയിൽ വരികയും ആ ഇമെയിൽ OTP വഴി സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡാഷ്ബോർഡ് കിട്ടുന്നതാണ്. ഈ ഡാഷ്ബോർഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ETF ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഈ ETF ഡാഷ്ബോർഡിന് ഉപരി നമുക്ക് ഈ ഒരു വെബ് ആപ്ലിക്കേഷനിൽ നമുക്ക് ഇൻട്രാഡേ സ്കാനർ ഉണ്ട്, അതായത് സ്വിംഗ് സ്കാനർ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കാനറുണ്ട്. ഇത് പല രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് പല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റിയ സ്കാനേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഇൻട്രാഡേ മാത്രം ചെയ്യുന്നവരാണെങ്കിൽ ഇൻട്രാഡേ സ്കാനർ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്കാനർ വേറെയും ഉണ്ട് അതിനകത്ത്. നമ്മൾ ഇന്ന് കാണാം, ഇന്ന് മാർക്കറ്റ് വളരെ വീക്ക് ആയിട്ട് പോലും നമ്മുടെ സ്റ്റോക്സ് എല്ലാം വളരെ ഹൈ റിട്ടേൺസ് നമുക്ക് ഇന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ സ്കാനറിന്റെ കൂടുതൽ ഫീച്ചേഴ്സിന്റെ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനറിന്റെ എന്താണ്, എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്ന എല്ലാ ഡീറ്റെയിൽസും കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്താൻ വേണ്ടി നിങ്ങളുടെ ലൈക്കും കമന്റുകളും നിങ്ങൾ ചെയ്യുക ഈ വീഡിയോയ്ക്ക്. അപ്പോൾ നമുക്ക് ഒരു 5000 ലൈക്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് നമ്മുടെ ബ്രേക്ക് പോയിന്റ് സ്കാനർ വഴി എല്ലാവർക്കും വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബ്രേക്ക് പോയിന്റ് അതിനു മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മെമ്പർ ആവുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ETF ഡാഷ്ബോർഡ് സ്ക്രീനർ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ വന്ന് ഇത് ആക്സസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ സ്ക്രീനർ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ ഇതിൽ ETF ഡാഷ്ബോർഡ് ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഒരു പ്രീമിയം ഫീച്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇത് ഇപ്പോൾ സ്കാനേഴ്സ് ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1 month പ്ലാൻ അവൈലബിൾ ആണ്. 1 month കഴിഞ്ഞ പിന്നെ നമുക്കുള്ളത് ഒരു 365 ഡേയ്സിന്റെ പ്ലാനാണ്. ഇപ്പോൾ ഈ 1 month പ്ലാൻ നമ്മൾ കൊടുക്കുന്നത് $499 ആണ്. ഇപ്പം നമ്മൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോൾ നിങ്ങൾക്ക് ഈ $499 പ്ലാൻ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണിച്ച എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്കാനറിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്കാനറിൽ വന്നാൽ നമ്മുടെ സപ്പോർട്ട് നമ്പർ ഉണ്ട്. ഈ നീഡ് ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ സപ്പോർട്ട് വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. താങ്ക് യു.